ഇത് പോലീസിൻ്റെ ചട്ടിയാണ്, പൊടിച്ചട്ടി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മീഡിയ വ്ലോഗ്. ഇറ്റ്സ് മീ സനഫ് മുഹമ്മദ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുകയാണ് ഗൈസ്. ആ കോങ്ങി ടയർഡാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്തോ സംഭവമെന്ന്. വേറെ ഒന്നുമില്ല, അന്ന് പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ വിചാരിച്ച് നമ്മൾ രാവിലത്തെ ജോഗിങ്ങും പിന്നെ ചില ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് മുമ്പിൽ വ്ലോഗായിട്ട് ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം എത്ര മണിക്കൂറായിട്ടാ ഫേക്ക്? ഒരു മണിക്കൂറൊക്കെ ആയി. നമ്മൾ ഏകദേശം അവിടെ നിന്ന് ഒരു 5:40 ആ ടൈമിലേക്ക് ഇറങ്ങിന്. പക്ഷെ 5:40 ടൈമിലൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇരുട്ടാണ് ഗൈസ്. നമ്മളെ സൂര്യാട്ടനൊന്നും എണീച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ക്യാമറ ഓണാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ നിൽക്കണേ കറക്റ്റ് നിൽക്കണേ സ്പോട്ട് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ എന്താ പറയുക ചാലിയം പുളിമൂട്ടിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ലേശംപാടെ സ്ഥലംപാടെ കവർ ചെയ്യാണ്ട്. അപ്പോൾ അതുംപാടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പോണ വഴിക്ക് ഇങ്ങനെ നമ്മുടെ ചാലിയം പോലീസ് സ്റ്റേഷനും നമ്മളെ ഹാർബറും അങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഗൈസ്. നമ്മളിപ്പോൾ ഇരിക്കുന്ന കണ്ടില്ല നിങ്ങൾ, ഒരു അടിപൊളി വലിയ മരമാണ് ഇത്. സംഭവം ഈ മറ്റേ വെള്ളപ്പൊക്കത്തിലായത് മിഞ്ഞാന്ന് പല വെള്ളം മുന്തില്ലോ, ആ ടൈമിൽ ഒളിച്ചു വന്നതായിരിക്കാം ചാൻസ്. പിന്നെ തൊട്ട് ബാക്കിൽ കാണുന്നത് നമ്മളെ മറ്റേ നിർദ്ദേശ് യുദ്ധക്കപ്പലിൻ്റെ ഒക്കെ ഒരു സംഭവം ഇല്ലേനോ, തുടങ്ങിയില്ലേനോ ചാഴത്ത്, അതാണ് സംഭവം. അതിൻ്റെ ബാക്കിൽ തന്നെ ലൈറ്റ് ഹൗസ് കറക്റ്റ് കാണിച്ചു തരാം. അപ്പോൾ കറക്റ്റ് ലൈറ്റ് ഒന്നും ഓഫാക്കിയിട്ടില്ല അവിടുത്തെ ഗൈസ്. ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. അവിടുത്തെ ലൈറ്റ് ഇപ്പോൾ ഓഫാക്കിയിട്ടില്ല. കുറച്ച് നേരം ഓഫാക്കും, എത്ര മണിക്കാന്ന് ഓഫാക്കുമെന്ന് കറക്റ്റ് അറിയില്ല. പിന്നെ ഗൈസ് ഈ കാണുന്നതാണ് നിർദ്ദേശ് യുദ്ധക്കപ്പൽ നിർമ്മാണശാല, അങ്ങനെ എന്തോന്ന് സംഭവം, കറക്റ്റായിട്ട് അറിയില്ല സംഭവം. അതിൻ്റെ ഒരു സംഭവമാണ് ഇത് ഈ കാണുന്നത് അല്ലേ ഗൈസ്. പിന്നെ അപ്പുറത്ത് കാണുന്നത് ഞാൻ പറഞ്ഞ പോലെ ബേപ്പൂരാണ്. ബേപ്പൂര് പുളിമൂടാണ് ആ കാണുന്നത്, കണ്ടോ. പിന്നെ എൻ്റെ വോയിസ് എത്രത്തോളം ക്ലിയർ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. കാരണം ഒന്നാമത് ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ കാറ്റടിക്കുന്നതുകൊണ്ട് സൗണ്ട് എഫക്റ്റ് എന്താ അവസ്ഥ ഒന്നും അറിയില്ല ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമുക്ക് പ്രത്യേക കണ്ടൻറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മൾ ജോഗിങ് വ്ളോഗ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ടോപ്പ് ഡെയിലി ഓടുന്ന ആൾക്കാരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഇന്നാണ് സ്റ്റാർട്ടിങ് തുടങ്ങി, ഇന്നാണ് തുടങ്ങിയത്. നമ്മൾ കുറേ ദിവസം വിചാരിക്കുന്നേ. അപ്പോൾ നമ്മളെ കൂടുതലാണെങ്കിൽ ഇന്ന് അർഷു നൗഷാദൊക്കെ ഉണ്ടാവും പറഞ്ഞിനി. പിന്നെ ഓൾക്ക് പെട്ടെന്ന് പണിയൊക്കെ ഉണ്ടായി. പിന്നെ ഫൗസാനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഓനെ രാവിലത്തെ എന്തോ പരിപാടിക്ക് വിളിച്ചു ഓനെ കിട്ടൂല. ഓനെ ഈ ഉറക്ക് അങ്ങനത്തെ പരിപാടി ഒന്നും കഴിഞ്ഞിട്ട് ഒരു പരിപാടിക്ക് ഓനെ കിട്ടൂല. അപ്പോൾ ആ കാര്യത്തിന് കളർ ഭയങ്കര ഡീസൻ്റാണ്. ഓന് എന്താ പറയുക 5 മണിക്ക് വിളിക്കാനൊക്കെ പറഞ്ഞിനി. ഞാൻ 2 പ്രാവശ്യം വിളിച്ചു, 3 പ്രാവശ്യം വിളിച്ചിട്ടുള്ളൂ. ഓനെ വിളിച്ചു നമ്മൾ ഓൾമോസ്റ്റ്. പക്ഷെ നമുക്ക് കിട്ടിയില്ല, ഓനെ കിട്ടിയില്ല നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യുക, കുറച്ചും പാടെ ഒന്ന് കവർ ചെയ്യാണ്ട് സ്ഥലങ്ങൾ ഇങ്ങോട്ട് നമുക്ക് ഇങ്ങനെ വരുന്ന വഴിക്കുന്ന ഓരോന്ന് കാണിച്ചു തരാം. എന്താ പറയുക നമ്മളെ ചാലി സ്കൂളും നമ്മളെ ഹാർബറും. പിന്നെ ഒന്നാമത് പറഞ്ഞാൽ ഇപ്പോൾ ഈ കണ്ടെയ്ൻമെൻറ്റ് സോണാണ് കടലുണ്ടി ജില്ല മൊത്തം. കടലുണ്ടി ജില്ല അല്ല, കടലുണ്ടി പഞ്ചായത്ത് മൊത്തം. ചില്ലറ പണിയൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ ഓരോ ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ. ഇത് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് ഭയങ്കര അതിൻ്റെ എഫേർട്ടുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മളത് എന്നും പോകും ഗൈസ്. സത്യം ഞാൻ ഉണ്ടാവും, ഉണ്ടാവില്ല എന്തായാലും. നമ്മളെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ആരില്ലെങ്കിൽ നമ്മളുടെ എന്തായാലും പോകും. അങ്ങനെയാണ് സംഭവം ഗൈസ്. നമ്മളിതേമാതിരി തന്നെയാണ് ഈ ഞായറാഴ്ചകളിലൊക്കെ നമ്മൾ കാലിക്കറ്റ് ബീച്ചിലൊക്കെ പോകാറുണ്ട്. അവിടെ നിന്നൊക്കെ നമ്മൾ എന്താ പറയുക നല്ല ഓടലൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കോവിഡ് കാരണമൊക്കെ അതിനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഈ കടലുണ്ടി പഞ്ചായത്തിൽ തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്തേക്കൊന്നും പോകാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഓടി വരുമ്പോൾ തന്നെ സാധാരണ ഇപ്പോൾ ഈ കോവിഡില്ലാത്ത ടൈമൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവലുണ്ട്. പക്ഷെ നമ്മൾ നേരെ കുറച്ച് ആരെയും കണ്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കോവിഡിൻ്റെ സീൻ കൊണ്ടായിരിക്കാം. പിന്നെ പറഞ്ഞാൽ മൊത്തം ലോക്കാണല്ലോ എല്ലായിടത്തും. ഗൈസ് വേറെ ആരൊക്കെ കൊണ്ട് നമ്മൾ ചാലിയും പുളിമൂടെത്തിയപ്പോഴാണ് ഇപ്പോൾ ആൾക്കാരെ കാണാൻ തുടങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ പുളിമൂട്ടിൽ ചൂണ്ടിടാനൊക്കെ ഒരുപാട് ആൾക്കാർ വരലുണ്ട്. ഇവിടുത്തെ ലോക്കൽസിനാണ് അധികം ഉണ്ടാവല്. ഗൈസ് ഈ കാണുന്ന ഈ കടലിൻ്റെ ആ സൈഡിലായിട്ട് ഒരു പോർച്ചുഗീസ് കോട്ട ഉണ്ടായിരുന്നു. അത് ഈ ഇവിടുത്തെ മാപ്പിളക്കൂട്ടും അതേമാതിരി നായർപ്പടയൊക്കെ ചേർന്നിട്ടാണ് നശിപ്പിച്ചതെന്നൊക്കെയാണ് ഗൈസ് ഈ ബോർഡിൽ പ്രതിപാദിക്കണത്.
അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യുക, അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് സംഭവം, അങ്ങനെയുള്ളതൊക്കെ എങ്ങനെയാണ് സംഭവം, ഇതിൻ്റെ കോട്ടകൾ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് വലിയ വീഡിയോയിൽ കാണിച്ചു തരാം. ഈ മാസ്ക് ഇട്ട് ഓടുക കുറച്ച് റിസ്ക്കാണ്. എന്താ വെച്ചാൽ നമുക്ക് ഈ ശ്വാസം ഒന്ന് പുറത്തേക്ക് വിടാനൊക്കെ ഇങ്ങനെ ഒരു നല്ല തടസ്സം ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എഫോർട്ടാണ്. അപ്പോൾ നമ്മളങ്ങനെ എന്തെങ്കിലും മാസ്ക് ഇട്ടിട്ട് ആദ്യമൊക്കെ കണ്ടിട്ട് എന്തായാലും ഈ പണ്ട് കാലങ്ങളിൽ എന്തോ കമ്പനിയോ എന്തോ സംഭവമാണ്. അപ്പോൾ പണിയൊന്നും പൂർണ്ണമായിട്ട് നടന്നില്ലേ. അപ്പോൾ അതിൻ്റെ ഓരോ പില്ലറും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ചാരിത്തുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ അപ്പുറത്ത് കണ്ടത് കണ്ടില്ലേ, ബീപ്പൊരു പുളിമൂടെ ബോട്ടൊക്കെ പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് മോനെ, കുറേ കാലത്തിന് ശേഷം എൻ്റെ വാക്കിങ്? പൊന്നാര ബീബ ഒന്നും പറയാനില്ല, സൈഡായി സെയിം തന്നെ, സെയിം സിറ്റുവേഷൻ. അല്ല നമുക്ക് തലക്ക് പോയാലോ? തലക്ക് പോണോ? പോയൊക്കെ ഇത് രസല്ലേ, പക്ഷെ പോകാണ്ടിട്ടോ. ഇതാണ് തോന്നുന്ന കമ്പനീൻ്റെ മെയിൻ ഗേറ്റിലെ ഫിഗ. അപ്പോൾ ഗൈസ് കുറേ ഓടി കുറേ നടന്ന് ഇനി കുറച്ച് വല്ല ഇരിക്കാൻ വിചാരിച്ച്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ക്ഷീണോ എന്താ പറയുക. കുറേ ആയാലും നമ്മളിപ്പോൾ വെറുതെ നിൽക്കുന്നുണ്ട്. ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വീട്ടിൽ വെറുതെ പണിയൊന്നുമില്ലാതിരിക്കല്ലേ. അപ്പോൾ അങ്ങനെ വെറുതെ നിന്നിട്ട് ഇതിൻ്റെ പെട്ടെന്നൊരു പണി എടുക്കുമ്പോഴൊക്കെ ഉണ്ടാവണ ഒരു എഫേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കെന്താ എന്നെന്താ പരിപാടി? നീ പോയിട്ട് എന്താ പരിപാടി? പോയിട്ട് കിടന്നു പോകണം ചെങ്ങായി. ഇജെന്താ മറ്റേ അർച്ചോ മറ്റേ പോകാനാവാണ്. നമുക്കൊരു കാര്യം ചെയ്താലോ, റിങ് ഇടാ പോയിട്ട്. അത് നല്ലൊരു മുന്നേറ്റാണ്. കാരണം വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. റിങ് 2 ഇവിടെ ഉണ്ടാവും പോകാനെ വീട്ടിൽ. നമ്മൾ റിങ് ആയിക്കോട്ടെ ഇട്ടോക്കല്ലേ, നീ കിട്ടുകയാണെങ്കിലോ പൊളിക്കാം. നീ ബിരിയാണി കൊടുക്കണ്ടെങ്കിലോ ഇട്ടോക്കെ ഗൈസ്. റിങ് എന്താ കിട്ടുമെന്ന് അറിയില്ല. ഇതിനു മുമ്പ് ചൂണ്ട കടാൻ പോയി നമ്മള്, അതൊന്നും പറയണ്ട. താങ്ങേ ഒറ്റ കളർ തലക്കൽ നമ്മൾ പോകാൻ പോണത് കണ്ട ഗൈസ്. കുറച്ചുണ്ട് പോവാൻ. കണ്ടില്ലേ, ഇതൊക്കെ ആ വെള്ളത്തിൽ ഒലിച്ച് വന്ന വിറകളാണ്. ഒരുപാടുണ്ട് കണ്ടോ. ഇത് ഇവിടുത്തെ ഓരോ ലോക്കൽസ് ഇങ്ങനെ കൂട്ടിച്ചതാണ്. വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവർക്ക് കത്തിക്കാനൊക്കെ ഉള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് കൂട്ടിച്ചതാണ് ഓരോ പാട്ടിങ്ങനെ. ഒരുപാടുണ്ട് കണ്ടോ. എന്താ മുള്ളനോ? ഈ പ്ലാസ്റ്റിക്കുകളുടെ മാലിന്യത്തിൻ്റെ ഒരു കൂമ്പാരം തന്നെ ഉണ്ട് ഇവിടെ. നമ്മളെ മലയാളികളൊക്കെ ഒരുപാട് മാറുന്ന ടൈം കഴിഞ്ഞു പോയാണ്. കണ്ടില്ല, ഇഷ്ടമായ ഒരുപാടുണ്ട് കണ്ടോ. ഈ കാണാനൊക്കെ അടിഞ്ഞു കൂടി തന്നെ പ്ലാസ്റ്റിക്. ഇത് നമ്മളിപ്പോൾ ഏതൊരു ബീച്ചിൽ പോയാലും കാണുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ച് കാലിക്കറ്റ് ബീച്ചിലൊക്കെ കാണാൻ ഒന്നും പറയില്ല. നമ്മളെ മലയാളികൾ വേറെ ലെവലാണ്. ഡെഡ് ബോഡി ഏട്ടാണ് തോന്നുന്നുണ്ട്. കുറച്ച് ആൾക്കാരവിടെ കാണുന്നില്ലേ ഗൈസ്. നിങ്ങൾ വിചാരിക്കേണ്ട പോലെ മീൻ പിടിച്ചിട്ടാണ് നിന്ന്. ആദ്യം നമ്മൾ പെട്ടെന്ന് തന്നെ വിചാരിച്ചത് സംഭവം മീൻ പിടിക്കുന്ന സംഭവമൊന്നുമല്ല. അതെന്ന് വെച്ചാൽ ഈ തെരൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ഈ ചിപ്പിളികളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് ഈ കടുക്ക ചിപ്പിളി, എരുന്ത് ചിപ്പിളി, അങ്ങനത്തെ അതിൻ്റെ പേര് സംഭവം. എരുന്തിൻ്റെ ഒക്കെ ചിപ്പിളി അതുപോലെ ശേഖരിച്ചൊക്കെയാണ്. അത് ശേഖരിച്ചിട്ട് വെച്ചിട്ട് ഓരോരുത്തരെന്ത് ചെയ്യുമോ, ഇവിടെ കണ്ടില്ലേ ഓരോ കൂട്ടം ഇങ്ങനെ ആയിട്ട് കൂട്ടി വെക്കും. ആ ഓരോരുത്തർ കൂട്ടിയിരിക്കണ കൂട്ടങ്ങളാണ്, അതാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങോട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യും, മൊത്തത്തിൽ ഒരു വലിയൊരു കുറയാണ്ടായി കഴിഞ്ഞാൽ ഇപ്പം ഗൈസ് ഇവർ ഈ സാധനം ഈ ചിപ്പിളിയൊക്കെ പാടെ ഓരോരുത്തരെ കൂട്ടി വെക്കും, ഓരോ ബണ്ടായിട്ട്.
ഇവിടുത്തെ കൂടുതലായി കഴിഞ്ഞാൽ ഒരു വലിയ വണ്ടിക്ക് വന്നിട്ട് അതിൽ നിന്ന് കയറ്റി കൊണ്ടുപോകും. ഇതുപോലെ ഒരു ജീവിതമാർഗം പാടിയാണ് ഈ സംഭവം. മീൻപിടുത്തമാര് തന്നെയാണ് സംഭവം. ഇത് കൂടുതലും ഇവിടുത്തെ ഈ എന്താ പറയുക പെണ്ണുങ്ങൾക്കാണ് ചെയ്യുന്നത് ഈ പരിപാടി. അപ്പോൾ ഇത് രാമനാട്ടിൻ്റെ ഭാഗത്ത് അങ്ങോട്ടൊക്കെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മറ്റേ ഈ കുമ്മായ ഉണ്ടല്ലോ, കുമ്മായം 100 കുമ്മായം എന്ന് പറഞ്ഞാൽ സിമൻ്റ് ആയിട്ട് സംഭവം എന്തോ അല്ലേ, അങ്ങനത്തെ എന്തോ സംഭവം ഉണ്ടാക്കലൊക്കെയാണെന്ന് അവരോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം. പിന്നെ പറഞ്ഞാൽ ഈ രാവിലെ ഇറങ്ങുന്ന ഒരു ഫീലിംഗ് അത് വേറെ തന്നെയാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അമ്പലത്തിൽ നിന്നുള്ള ആ സുപ്രഭാതം, നമ്മളെ പള്ളിക്ക് നിന്നുള്ള ആ സുബിവാങ്കും ആ സുബിവാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഒരു നിസ്കരിച്ച് ഒരു കട്ടനൊക്കെ അടിച്ച് പുറത്തേക്ക് ഇറങ്ങി അത് വേറെ തന്നെയാണ്. അതൊക്കെ പറഞ്ഞാൽ അതിൻ്റെതായ ഒരു മൈൻഡിലൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. എന്താ ഫീലിംഗ് വരാനുള്ളത്? നമ്മൾ ഓൾമോസ്റ്റ് പുളിമൂടിൻ്റെ ഒരു എൻഡ് കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പറഞ്ഞാൽ പക്ക ഓഫ് റോഡാണ്, ഫുള്ള് കല്ലൊക്കെയാണ്. അപ്പോൾ നമ്മൾ തൽക്കാലം അങ്ങോട്ടേക്ക് പോകണില്ല വിചാരിച്ച്. അപ്പം കഴിച്ചത് നമ്മൾ ഇതൊക്കെ ഈ പുളിമൂട്ടിൻ്റെ ഈ കോൺക്രീറ്റ് ചെയ്ത പോർഷൻ വരെ നമ്മൾ കവർ ചെയ്ത് നമ്മൾ തിരിച്ച് നടക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ കാണുന്നത് മറ്റേ ഈ ബോട്ട് ചെട്ടുണ്ട്, ബോട്ടൊക്കെ വരാടിപ്പിക്കുന്ന സംഭവമാണ്. അതിൻ്റെ ഒരു ഇരുമ്പിൻ്റെ പാലേന്. അപ്പോൾ അതിന്മേൽ പാലൊന്നുമില്ല, അതിൻ്റെ ആ കാല് മാത്രമേ ഉള്ളൂ വെള്ളത്തിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിന്. ഈ കാണുന്നതാണ് നമ്മുടെ ചാലിയം തീരദേശ പോലീസ് സ്റ്റേഷനാണ്. പിന്നെ അതിൻ്റെ നേരെ മുമ്പിൽ കാണുന്ന ഈ ജെട്ടി കണ്ടോ, ഇത് ഗൈസ് ഇത് പോലീസിൻ്റെ ജെട്ടിയാണ്, ബോട്ട് ജെട്ടി ഈ കാണുന്നത്. ബാക്കിൽ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഇതാണ് ഈ ജങ്കാർ ജെട്ടി. ഇവിടുന്ന് ബേപ്പൂർ ടു ചാലിയം ജങ്കാർ സർവീസൊക്കെ ഉണ്ടാവലുണ്ട്. ഇപ്പോൾ ഈ കോവിഡ് കാരണം ജങ്കാർ സർവീസ് ഒന്നും ഇല്ല. ഇതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ. ചങ്കിൾ നിൽക്കണേ ഇവിടെ ചാലി ഹാർബറിലേക്ക് മീൻ വേണ്ടി വന്നപ്പെടുത്താണ്. ഏതാ സാധനടാ മീൻ? കുറേ കളിന്നല്ലേ നീ എത്ര വാങ്ങിനി? എത്ര പേരിന്? എത്ര? 4000 റുപ്യ കിട്ടി. ഇതിപ്പോൾ എത്ര ഉണ്ട്? 10. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഈ ചാലിയം ഫിഷ് ഹാർബർ. ഇപ്പോൾ അവിടെ നിങ്ങൾ കണ്ടില്ലേ സൈഡിലൊക്കെ ഫുള്ള് ഈ പന്തലൊക്കെ ആയിട്ട് മറിച്ചിരിക്കുകയാണ്, ആരും ഉള്ളോട്ട് കയറത് വെച്ചിട്ട്. ഇപ്പോൾ എന്താ പറയുക, കൊറോണ കാരണമായിട്ട് ഭയങ്കര റെസ്ട്രിക്ഷൻസാണ് ഉള്ളോട്ട്. പക്ഷേ അങ്ങനൊന്നും നോക്കി തോന്നിട്ടില്ല, അവിടെ ഫുള്ള് ആൾക്കാരൊക്കെ ഉണ്ട് എഫിക്കാൻ. ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ എന്തിനാണ് ഗവൺമെൻറ് ഇങ്ങനത്തെ ഓരോ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത്? ഒരു കാര്യമില്ല, ആൾക്കാരെ കഴിഞ്ഞിട്ട് ഫുള്ള്. ഇപ്പോൾ നമ്മൾ വെറുതെ കയറാത്തതാണ്. അപ്പോൾ നമ്മൾ കയറുന്നത് ശരിയല്ലോ. അപ്പോൾ ഈ കോവിഡൊക്കെ ആയിട്ട് പ്രത്യേകിച്ചും കണ്ടെയ്ൻമെൻറ്റ് സോണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഗവൺമെൻറ്റിനെയൊക്കെ ഒരു ലംഘിക്കുന്നതിന് ഒരു തുല്യമല്ലേ നമ്മൾ പോണത്. അപ്പോൾ ഇപ്പോൾ അതിനുള്ളിൽ ഫുള്ള് ആൾക്കാരാണ്. അപ്പോൾ ഒന്നാമത് പോകാത്തതന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ പോയില്ല. നമുക്ക് ഇത്ര ബോട്ടാണ് നിർത്തിയിട്ടുള്ളത്, ഒരുപാടുണ്ട്. ഈ ബാക്കിൽ കാണുന്ന ബോട്ടിലെന്നൊക്കെ പറഞ്ഞാൽ മത്സ്യ ബോട്ടുകളാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പോകാറില്ല കടലിലേക്കൊക്കെ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഭയങ്കര സീനില്ലേനു ന്യൂനമർദ്ദം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് നിർത്തിയിട്ടുണ്ട് ബോട്ട്. ഒരുപാടുണ്ട് ബോട്ടിൽ അതിൻ്റെ പിന്നിൽ കാണുന്ന കണ്ടോ. പിന്നെ ഈ ബോട്ടിൽ നിർത്തിയിട്ടതിൻ്റെ ബാക്കിൽ നമ്മളെ കരിന്തിരുത്തി പാലാണ്. ഈ കരിന്തിരുത്തി പാലം കഴിഞ്ഞ് കുറച്ചുമ്പാടെ ബാക്കോട്ട് പോയാൽ നമ്മൾ മറ്റേ കുക്ക് ചെയ്ത സ്പോട്ടൊക്കെ കറക്റ്റ് കാണാം. പക്ഷേ ക്യാമറയിൽ വീഡിയോ ഒന്നും സംഭവം കാണില്ല. നമ്മൾ മറ്റേ കുക്കിങ് ചെയ്ത വീഡിയോ അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്നുള്ള ആ ഒരു സ്പോട്ടാണ്. കുറച്ചുമ്പാടെ ബാക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഗൈസ് ഈ കാണുന്നത് നമ്മൾ ഹൈസ്കൂൾ, നമ്മൾ പഠിച്ച ഹൈസ്കൂള്. ഓൾമോസ്റ്റ് നമ്മൾ 5 ആൾക്കാരല്ല, നമ്മൾ 6 ആൾക്കാർ. നമ്മളെ ചങ്ക കാശിക്ക മുത്ത ഇത് കാണണ്ടല്ലോ, നമ്മൾ 6 ആൾക്കാരടക്കം പഠിച്ച സ്കൂളാണ് ഉമ്പിക്കാജി ഹയർ സെക്കൻഡറി സ്കൂള്. ഇതൊക്കെ ഇപ്പോൾ പുതിയ ബിൽഡിങ്ങാണ്. ശരിക്കേ ഈ ബിൽഡിംഗ് എനിക്ക് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ എനിക്ക് ആ ഭാഗ്യം ഉണ്ടായിരുന്നു. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഇതിന്, അതായത് ആ ഇയറിലാണ് നമുക്ക് അതായത് എൻ്റെ 10ാം ക്ലാസ്സൊക്കെ പറഞ്ഞാൽ മേലേനു, അതായത് ഈ പുതിയ ബിൽഡിങ്ങിൽ ഗൈസ്. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഇതിലാണ് വന്നത്. ഇതിപ്പോൾ ചാലിയം ജംഗ്ഷനാണ്. ഇവിടുന്ന് ഈ റോഡ് നേരെ പോണത് ഫറോക്കിലേക്കാണ്. ഈ റോഡ് നേരെ പോണത് കടലുണ്ടി കോട്ടക്കടവ്, പിന്നെ കടലുണ്ടി കടവ് അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇതിലാണ് വന്നത്. ഇപ്പോൾ രാവിലെ വന്നത് ഇതിലേക്കാണ് ഗൈസ്. ഇതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് നമ്മൾ ചാലിയം അങ്ങാടി, ചാലിയം മാർക്കറ്റ്. ഇവിടെയാണ് ഈ ചന്തകൾ നടക്കുന്ന സ്ഥലം. വ്യാഴ്ചകളിൽ ഇപ്പോൾ ഉണ്ടോ അറിയില്ല, കോവിഡ് കാരണം ഇപ്പം നിർത്തലാക്കിയെന്നൊക്കെ കേട്ടത്. വ്യാഴ്ചകളിൽ ചന്തകളൊക്കെ ഉണ്ടാവും, എല്ലാം ഒട്ടുമിക്ക ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവും.
ആ ചന്തയിൽ. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് നടന്ന് ഒരു 6 കിലോമീറ്ററിൻ്റെ മേലെ നടന്നിട്ടുണ്ടാവും. നമ്മളിപ്പോൾ നടന്ന് ചെയ്താണ് ഓടും ചെയ്താണ് രണ്ടും പാടെ. അപ്പോൾ നമ്മൾ ഫൈനലി ഇപ്പോൾ നമ്മൾ മുരളിങ്ങനെ എത്തി, നമ്മൾ വീടോടെ എടുക്കാറായി. അപ്പം നമ്മൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ ഇതല്ലേനു. വന്ന വഴി നമ്മൾ അപ്പുറത്ത് കൂടിയാണ് വന്നത്, നമ്മൾ അപ്പുറത്ത് കൂടി മണ്ണൂറയിൽ കൂടിയാണ് വന്നത്. ഇതിപ്പോൾ നമ്മൾ മുരളിയും കൂടിയാണ് തിരിച്ച് വരുന്നത്, റിട്ടേൺ വരുന്നത്. അപ്പോൾ പിന്നെന്ന് പറഞ്ഞാൽ നമ്മളിത് കഴിഞ്ഞിട്ട് ഒരുപാട് പ്ലാനൊക്കെ ഉണ്ട്. ഇനി റിങ് ഇടണം, ചൂണ്ടിടണം എന്നൊക്കെ. പക്ഷേ ഈ വീഡിയോ തന്നെ ഭയങ്കര ലെങ്തി ആയോ സംശയമുണ്ട്. അങ്ങനെ ലെങ്തി ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് വേറെ എപ്പിസോഡായിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ കാണുന്നതാണ് ഈ കരിന്തിരുത്തി പാലം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ അതിൻ്റെ അപ്പുറത്ത് നിന്ന് ഇനി കുറേ ബോട്ടുകളൊക്കെ നിർത്തിയിരുന്നായിരുന്നു വീഡിയോ എടുത്തിരുന്നത്, ഷൂട്ട് ചെയ്തിരുന്നത്. കരിന്തിരുത്തി പാലം കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ഈ പോയ കൂടി കുറച്ച് അപ്പുറത്തേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന സ്പോട്ടൊക്കെ അതാ. ആ വേലി കെട്ടിയത് കണ്ടോ നിങ്ങൾ? കാണുന്നുണ്ടോ ഗൈസ്? എത്രത്തോളം കാണണ്ടിരിക്കറിയില്ല. ആ ഒരു വേലി കെട്ടിയതാണ് സംഭവം. നമ്മളെ ഫാമാണ്. അതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാറുള്ളത്. ഗൈസ്, ഈ കരിന്തിരുത്തി പാലം വരുന്നതിന് മുന്നൊക്കെ ഈ തോണി മാർഗമായിരുന്നു കരിന്തിരുത്തേക്ക് ഒരുപാട് ആൾക്കാർ പോയിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു തോണിയൊക്കെ ഉണ്ടായിരുന്നു. ഈ തോണി തൊയ്യാനൊരാളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനല്ല, ഒരു നാരായണേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഞങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ, അയാളെ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ 1 മുതൽ 7 വരെ പഠിച്ച സ്കൂളുണ്ട് ഇവിടെ, ശ്രീദേവി AUP സ്കൂളാണ്. അപ്പോൾ അവിടുന്ന് ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്, നമ്മൾ കരിന്തിരുത്തിയുള്ള ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ. ഓലൊക്കെ ഈ തോണി മാർഗം വഴിയാണ് എന്താ പറയുക വീട്ടിലേക്ക് പോയിരുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് വീടെത്താറായിരിക്കണേ. അത് കുഴഞ്ഞിരിക്കുകയാണ് ഗൈസ്. കാലിൻ്റെ അടുത്തൊക്കെ ഭയങ്കര ഫസ്റ്റ് ഡേ ആയതുകൊണ്ട്. അപ്പോൾ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകും. അപ്പോൾ ആദ്യം തന്നെ ഒരു വ്ളോഗൊക്കെ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ തെറ്റുകളും കുറ്റങ്ങളും അങ്ങനെ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ആ തെറ്റുകളും കുറ്റങ്ങളൊക്കെ നമുക്ക് പോരായ്മ ചെയ്തിട്ട് നമുക്ക് സെറ്റപ്പാക്കാൻ കഴിയുള്ളൂ. ഒന്നുമില്ല ഗൈസ്. ഞാൻ അടുത്ത പക്കം പോയപ്പോ അപ്പോൾ ഗൈസ്, നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ രാവിലത്തെ ജോഗിങ് ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി വന്നിക്കണേ. ഞണ്ടിനെ പിടിക്കാൻ വന്നിട്ട് രാവിലെ നമ്മൾ കഷ്ടപ്പെടാൻ തുടങ്ങിക്കണേ. ഇതുവരെ ഒന്നും കിട്ടില്ല ഗൈസ്. എന്താ ചെയ്യുക, ഒന്നും കിട്ടില്ല ഇതുവരെ. അപ്പോൾ നമ്മളാകെ ചടച്ചിക്കണേ, നമ്മൾ ചടച്ച് പോകാൻ നിൽക്കണേ. 3 റിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ നമ്മൾ ഇട്ട് നോക്കി. ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. നിൽക്കണേ ഒരു റിങ് നിൽക്കണേ അവിടെ കാണണ്ടതാ, കയറി കെട്ടിക്കണേ സൈഡിൽ മിട്ടച്ചിക്കണേ. ഇപ്പോൾ പൊക്കി നോക്കി, അതിലൊന്നും ഒന്നുമില്ല. അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും ഒരു ഫിഷിങ്ങിൻ്റെ വീഡിയോ ഇപ്പോൾ അടുത്ത് നമ്മളെന്തായാലും ചെയ്യും, അത് ഉറപ്പ്. നമുക്കൊരു വാശി ആയിക്കണേ. അപ്പോൾ ഗൈസ്, ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാനാണ്. അപ്പോൾ നമ്മളെ ഈ ചെറിയൊരു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോ കാണാനായിട്ട് നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.